യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ പ്രഭാത വചന ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിന് കീഴ്പ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ലോകത്തിന് കീഴ്പ്പെടുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് അവൻ കടന്നു വരാനിടയായി തീർന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ സന്ദർഭങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. തീർച്ചയായിട്ടും ഞാൻ വിവിധ ദിവസങ്ങളിലായിട്ട് ആ വിഷയങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ക്രമീകൃതമായി ഈ വചന ശുശ്രൂഷ കേൾക്കുന്നവരായി പ്രിയപ്പെട്ടവർക്ക് അതറിയാമായിരിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും അവൻ തല ഉയർത്തി നിൽക്കുന്നവനായിരുന്നു, ലോകത്തിന് കീഴ്പ്പെടാത്തവൻ. അതേ, ദൈവമല്ലാതെ മറ്റൊന്നിനെയും കീഴ്പ്പെടാതിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. എന്നാൽ അബ്രഹാം ഈ ഒരു സന്ദർഭത്തിൽ തല കുനിച്ചു നിൽക്കുന്നവനായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയും ഈ ലോകത്തിനു മുമ്പാകെ എത്രമാത്രം കഷ്ടതയോ നഷ്ടമോ എത്രമാത്രം പ്രയാസങ്ങളോ ഉണ്ടായാലും അവൻ ലോകത്തിന് ഒരിക്കലും കീഴ്പ്പെട്ടിരിക്കുന്നവനാകില്ല. അവൻ ഒരിക്കലും തല കുനിക്കുന്നവൻ ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും അപ്രകാരം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തലകുനിക്കേണ്ടതായ, ലോകത്തിന് കീഴ്പ്പെട്ടു കൊടുക്കേണ്ടതായ അതേ ജാതീയ രാജാവായ ഗരാരിലെ അബീമലേക്കിന് കീഴ്പ്പെട്ടു പോയതായ സന്ദർഭം ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അബ്രഹാമിന് ദൈവത്തിലുണ്ടായ ആ ആശ്രയത്തെ കുറവ് കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ചിലർ പറയാറുണ്ട്, മനുഷ്യൻ പാതിയും ദൈവം പാതി. അങ്ങനെയല്ലേ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ പാതി ചെയ്താലും, മുക്കാൽ ഭാഗ്യം ചെയ്താലും, അല്ല ഒരു 10% കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ടും ദൈവത്തിലായിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും തൻ്റെ കൂട്ടു സഹോദരങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നട്ടു, ഒരു ചെടി ഞാൻ നട്ടു, ഒരു സസ്യം ഞാൻ നട്ടു, അടുത്തത് എൻ്റെ കൂട്ടുവേലക്കാരനായ അപ്പൊല്ലോസ് അതിന് വെള്ളമൊഴിച്ചു എന്ന് പറയുമ്പോൾ അത് അവരുടെ ശുശ്രൂഷകളെ കാണിക്കുക. പക്ഷേ ഇതിൻ്റെ വളർച്ചയാണല്ലോ പ്രധാനം. കേവലം ചെടി നടുകയോ അല്ലെങ്കിൽ അതിന് വെള്ളം ഒഴിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് അതിന് വളർച്ചയില്ലെങ്കിൽ എത്രത്തോളം നമ്മളതിനെ നടുകയോ അല്ലെങ്കിൽ വളമിടുകയോ വെള്ളമൊഴിക്കുകയോ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെടികളൊക്കെ നടുന്നവരല്ലേ, നമ്മളതിന് തീർച്ചയായിട്ടും നടും, അതിന് വെള്ളമൊഴിക്കും, അത് വളരുന്നു എന്ന് പറയുന്നത് അത് അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. മാത്രമല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ദൈവമാണ് അതിനെ വളരുമാറാക്കുന്നത്. പക്ഷേ അത് ഉണങ്ങിപ്പോയാൽ നമ്മളതിന് വെള്ളമൊഴിക്കുകയില്ല. നമ്മൾ തന്നെ പറയും, അത് നശിച്ചുപോയി, ഇനി അതിനൊരു മടക്കമില്ല എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് ഞാൻ ഈ പൗലോസിൻ്റെ ഉദാഹരണം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം, ദൈവവചനം വായിക്കാൻ കഴിയണം. അങ്ങനെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ആലോചന ദൈവം നമുക്ക് തരും. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, അതിൻ്റെ കാര്യനിർവഹണത്തെ ദൈവത്തെങ്കിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ, അതെ, പൂർണ്ണമായിട്ടും ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്തയും അതേ ഒരു അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇങ്ങനെയുള്ളതായ ഒരു വ്യക്തിയും അവൻ ഒരിക്കലും തൻ്റെ സ്വന്തം പദ്ധതിയിൽ ഊന്നുകയില്ല എന്നുള്ള കാര്യവും നമുക്ക് ഇവിടെ നിന്നും പഠിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അബ്രഹാം ഈ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ അതേ അബീമേലെക്കിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് അബീമേലെക്കിനോട് ദൈവം പറയുന്നു, നീ ഈ കാര്യം ചെയ്തതുകൊണ്ട് നീയും നിൻ്റെ കുടുംബവും മരിക്കും, നിങ്ങൾ കൊല്ലപ്പെടും, അതേപോലെ നിങ്ങൾ രോഗികളായിത്തീരും എന്നൊക്കെ ദൈവം പറയുമ്പോൾ ഈ അബീമേലെക്ക് രാജാവ് ഭയപ്പെട്ടു പോയി. കാരണം അബീമേലെക്കിനോട് ദർശനത്തിൽ സംസാരിച്ചത് അതേ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ് എന്നുള്ളതായ ഒരു വിശ്വാസം അബീമേലെക്കിനുണ്ടായി. അബീമേലെക്ക് ആ വിഷയത്തെ
കാര്യമായി എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം 20-10 വാക്യമാണ്. നീ എന്ത് കണ്ടിട്ടാകുന്നു ഈ കാര്യം ചെയ്തത് എന്ന് അബീമേലെക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം. അപ്പോൾ എന്താകുന്നു റീസൺ? നീ ഇത് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. നിനക്ക് പറയാമായിരുന്നില്ലേ അതെ ഈ സാറ നിന്റെ ഭാര്യയാണെന്നുള്ളത്? പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, അബ്രഹാമും സാറായും അതേ ദൈവം പറയുന്നതനുസരിച്ച് യാത്ര പുറപ്പെടുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ഒത്തതായൊരു വിഷയമായിരുന്നു. ഈ സാറായിയുടെ സൗന്ദര്യ നിമിത്തം താൻ പോകുന്നതായ സ്ഥലങ്ങളിൽ ആളുകൾ അവളെ വശീകരിക്കാനോ അവളെ തട്ടിയെടുക്കാനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയോട് പറയുന്നു, സാറേ, എവിടെ ചെന്നാലും നീ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും നിൻ്റെ സഹോദരനായിട്ടും അതുപോലെ തന്നെ നീ എൻ്റെ സഹോദരിയായിട്ട് ഇരിക്കണമെന്ന് അബ്രഹാം പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അബ്രഹാം മുന്നോട്ട് പോകുന്നത്. വാസ്തവത്തിൽ ദൈവത്തിനതിൽ വലിയ താല്പര്യമില്ല. എന്താണ് കാരണം എന്നറിയാമോ? അബ്രഹാമിനെ ദൈവം വിളിച്ച നാൾ മുതൽ ദൈവം പറയുന്നുണ്ട്, അതേ അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേര് വലുതാക്കും. അതിൻ്റെ അർത്ഥം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന മുഴുവൻ ദൈവമാണ്. അബ്രഹാം അല്ല ചെയ്യാൻ പോകുന്നത്, ദൈവമാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ദൈവം അവനോട് പറയുന്നത്, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയാണ്. ഇങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ദൈവം പറയുന്നത് മാത്രം കേട്ടിരുന്നാൽ മതിയോ? എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായമോ എനിക്ക് എൻ്റെതായിട്ടുള്ള ആലോചനകളോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പൂർണ്ണമായിട്ടും ദൈവം പറഞ്ഞ അനുസരിക്കണം. അതല്ലേ ദൈവം അബ്രഹാമിനോട് പറയുന്നത്. പക്ഷേ അബ്രഹാം ചെയ്യേണ്ടത് എന്താണ്? അബ്രഹാം ചെയ്യേണ്ടത് ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ജീവിതത്തിൽ ഒരു ആശയക്കുഴപ്പം വരുമ്പോൾ അബ്രഹാം തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പോയി നിന്ന് ദൈവത്തോട് സംസാരിച്ച് അവൻ മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് നമ്മൾ ആളുകളെ ഉപദേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ആളുകളെ ഈ വചനത്തിലൂടെ ഉപദേശിക്കുകയാണെന്നിരിക്കട്ടെ. അതായത് നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവം നിങ്ങളെ കാണിക്കുന്നിടത്തേക്ക് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, അവിടെ എൻ്റെ അഭിപ്രായവും എൻ്റെ കണക്കുകൂട്ടലും ഉണ്ട് എന്നുള്ളത്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകളിലും അതേപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള പ്ലാനുകളിലും മുന്നോട്ട് പോകാനല്ല. മറിച്ച് ദൈവം നമ്മെ വിളിച്ചു, ആ വിളിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് പ്രതികരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിന് വേണം നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ. നമ്മുടെ അഭിപ്രായത്തിനും നമ്മുടെ ആശയങ്ങൾക്കും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാധാന്യമുണ്ട്. പക്ഷേ അത് ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിക്കുക വഴി നമ്മളുടെ ചിന്തകളെയും നമ്മുടെ ലക്ഷ്യങ്ങളെയും നമുക്ക് ദൈവത്തിന് അനുരൂപമാക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് നിർത്തുവാൻ കഴിയുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്കിവിടെ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതേ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. അതേ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, സേവിക്കണം, ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ആ ആരാധനയുടെ എല്ലാം ഫലമായിട്ട് നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ പൂർണ്ണമായും അനുസരിപ്പാൻ കഴിയത്തുള്ളൂ. അബ്രഹാം ദൈവത്തെ അനുസരിച്ചോ? യെസ്, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാം ദൈവം കാണിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടോ? തീർച്ചയായിട്ടും പുറപ്പെട്ടു. പക്ഷേ അതേ സമയം തന്നെ തൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ അബ്രഹാം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ പല കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാറില്ല. അവിടെ നമുക്ക് ഈ അബ്രഹാമിനെ പോലെയും സാറായിയെയും പോലെയും ചില സൂത്രങ്ങൾ, അത് വളരെ കണ്ണിങ് ആയിട്ടുള്ള ചില പ്ലാനിങ്ങുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ ഇവിടെ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദൈവമില്ല. അതായത് നമ്മളുടെ ആ പ്ലാനിൽ ദൈവം ഉത്തരവാദിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നില്ല അബ്രഹാമിൻ്റെയും സാറായിയുടെയും ഈ തീരുമാനത്തെ തിരുത്താൻ ദൈവം ശ്രമിക്കുന്നതായിട്ട്. പക്ഷേ ഈ തീരുമാനത്തിൽ അവർ പോകുന്നിടത്തൊക്കെയും തന്നെ അവർക്ക് പരാജയമുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മിസ്രൈമിൽ വെച്ച് അവർ ഇതേ ഒരു സ്ട്രാറ്റജി അവിടെ ചെയ്യാനിടയായി തീർന്നു. എന്നാൽ പിന്നീട് അനേക നാളുകൾക്ക് ശേഷം അതേ സാറായുടെ 90-ാമത്തെ വയസ്സിൽ പോലും സാറായെ അതീവ സുന്ദരി എന്ന് കാണുവാൻ അതേ അബ്രഹാമിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ സാറ തനിക്ക് നഷ്ടപ്പെടും എന്നുള്ളതായ വലിയൊരു ഭീതി അബ്രഹാമിനെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അബ്രഹാം ഈ ഗരാറിൽ വന്നപ്പോൾ
അവിടെ താൻ പറയുന്നത്, നീ ഇവിടെ എൻ്റെ സഹോദരിയായിട്ടും നിനക്ക് ഞാനൊരു ആങ്ങളയുമായി ഇരിക്കണമെന്ന് പറയുക. നോക്കൂ, ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ഗരാറിലെ രാജാവ് സാറായി കണ്ടിട്ട് അന്ന് തന്നെ അവളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അബ്രഹാമിന് അതിൽ യാതൊരു വിധമായ പ്രശ്നമില്ല. അബ്രഹാം വളരെ സന്തോഷവാനാണ്. കാരണം അബ്രഹാം സേഫായി. പിന്നീട് സാറ രക്ഷപ്പെടും എന്നുള്ള ചിന്ത അബ്രഹാമിനുണ്ടായിരിക്കാം. പക്ഷേ ദൈവം അത് അനുവദിക്കില്ല. കാരണം ഈ സമയം അത് വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിലും സാറായിലും നിറവേറുന്ന സന്ദർഭമായതുകൊണ്ട് ദൈവം ആ വിഷയത്തിൽ ഇടപെടുകയാണ്. നോക്കൂ, അത് നിമിത്തം ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മനസ്സിലാക്കിയാണ് അബീമേലെക്ക് പറയുന്നത്, നീ എന്തിനാണ് ഇപ്രകാരം ചെയ്തത്? താൻ പറയുന്നു, ഇവിടെ ദൈവഭയമില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ മുമ്പ് പോയ സ്ഥലങ്ങളിലൊക്കെ ദൈവഭയമുള്ളവരായ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലത്ത് ദൈവഭയമില്ല. ദൈവഭയമില്ല എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ പാപം ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളുകൾ, ദൈവത്തെ ഭയമില്ല. കൊലപാതകം ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്യാൻ യാതൊരു വിധമായ സങ്കോചമില്ലാത്ത ആളുകളാണ് അവിടെയുള്ളവർ. അതുകൊണ്ട് അവരെ ദൈവഭയമില്ലാത്തവരെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുക. പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവഭയം ഇല്ല എന്ന് പറയുന്നതായ അബ്രഹാമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ദൈവഭയമില്ലാത്തത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തത് നിമിത്തം യാതൊരുവിധമായ ഭയമില്ലാതെ ഈ രാജന് മുമ്പാകെ നിൽക്കുമ്പോൾ, ഈ ദേശത്ത് ദൈവഭയമില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ ഉള്ളിലാണ് ദൈവഭയമില്ലാത്തത്. എന്നാൽ ഈ രാജ്യത്തെ രാജാവായ അബീമേലെക്ക് പ്രതിനിധീകരിക്കുന്നത് അവിടെയുള്ള എല്ലാ ആളുകളെയുമാണല്ലോ. എന്നാൽ അവന് ഈ ദൈവഭയമുണ്ട്. രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അവനോട് സംസാരിച്ച നിമിത്തം തനിക്കുണ്ടായ ദൈവഭയ നിമിത്തമാണ് അവനിപ്പോൾ ഈ അബ്രഹാമിനെ ഈ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ദൈവഭയമില്ല എന്നുള്ള എക്സ്ക്യൂസ് രാജാവിന് മുമ്പിലും അത് ദൈവത്തിന് മുമ്പിലും വിലപ്പോവുകയില്ല. നോക്കൂ, അബ്രഹാമിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് അവിടുത്തെ രാജാവോ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ തന്നതായിട്ടുള്ള സുരക്ഷിതത്വമോ അല്ല. അബ്രഹാമിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത്, അബ്രഹാമിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിലും അത് വിശ്വസിക്കുന്നതിലുമായിരുന്നു അബ്രഹാമിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര ദൈവഭയമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും അതേ ദൈവത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ആശ്രയിക്കാനും വിശ്വസിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതിനോളം സുരക്ഷിതമായ മറ്റൊരിടമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാനും വിശ്വസിക്കാനും കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പദ്ധതികളിൽ ആശ്രയിക്കാതെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനോളം സുരക്ഷിതത്വം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു എക്സ്ക്യൂസും ദൈവസന്നിധിയിൽ വിലപ്പോവുകയില്ല. മറിച്ച് നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നവരും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതെ, നമ്മളുടേതായിട്ടുള്ള പ്രവർത്തികളിൽ നമ്മൾ ആശ്രയിച്ച് ദൈവം നമ്മെ സംരക്ഷിക്കും, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോയി ജീവിക്കുന്നതായ അനുഭവമാണെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു അവസാനം കുറിച്ച് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വാസ്തവമായിട്ടും ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിപ്പാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.